ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. വെക്കേഷനാണ്, കുട്ടികൾ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കയറി ഇറങ്ങി കഴിക്കുന്ന സമയമാണ്. കുട്ടികൾക്ക് നല്ല മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്, മധുര വിഭവമാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വേറെ നല്ല വെറുമിച്ചിലി വെച്ചിട്ടുള്ള കേസരി. ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാവും, അവരിഷ്ടമുള്ള ആർക്കും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാൻ പോവാണ്. അത് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ് കേട്ടോ ആദ്യമേ തന്നെ. നമ്മളിപ്പം കാഷ്യൂനട്ടും എന്താ പറയുക കിസ്മിസും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുകയാണ്. ഇനി വറുത്ത് കോരിൻ്റെ മിച്ചമുള്ള നെയ്യില്ലേ, അതിലേക്ക് ഞാൻ 1 കപ്പ് കപ്പ് നമ്മൾ ഏത് പാത്രത്തിന് എടുക്കുന്നോ അതിൻ്റെ പകുതി പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അപ്പം അളന്നെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് റോസ്റ്റ് വെർമിസിലിയാണ്, എന്നാൽ പോലും ഒന്നുകൂടി ആ നെയ്യിൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ പച്ചയായിട്ടുള്ള, അതായത് റോസ്റ്റ് അല്ലാത്തതാണെങ്കിലും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആവുന്ന വരെ ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ അധികം നേരം വേണ്ട, കാരണം ഓൾറെഡി റോസ്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് ആ നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് അധികം നേരത്തെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കേട്ടോ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ആ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊരു ലൂസായിട്ടുള്ള പോലെ കിട്ടാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് സേമിയ വേവാൻ വേണ്ടി നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ചൂടുള്ള ഒരു 2 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം വേവണം സേമിയ, അതായത് 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളം അത്രയും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. തിളച്ച വെള്ളം ഒഴിക്കാൻ മറക്കരുത്, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് വേവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ സേമിയ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം ഇത് വേവുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ കടിച്ച് നിൽക്കും. ആ സമയത്ത് ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാഫ്രൺ ചേർത്ത് കൊടുക്കുകയാണ്. കുങ്കുമപ്പൂ എല്ലാ കടകളിലും കിട്ടുന്നതാണല്ലോ നമുക്ക്, പക്ഷേ ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. അതിപ്പോൾ ഒരു മസ്റ്റായിട്ടൊന്നും പറയുന്നില്ല, ഉള്ളവർ ചേർത്ത് കൊടുക്കുക, മേടിച്ചിട്ട് ചേർക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഒറിജിനൽ ആയിട്ടുള്ളതാണ് കിട്ടുന്നതെങ്കിൽ ഗുണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളകി കൊടുക്കുകയാണ്. ഈ സമയത്ത് ചെറിയൊരു നനവുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിന് 1 കപ്പ് എന്താ പറയുക നമ്മുടെ വെർമിസിലിയാണ് എടുത്തിട്ടുള്ളത്, സേമിയ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം പാകം മധുരമാണ്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് കേട്ടോ. ഈ പഞ്ചസാര ഇങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ എല്ലാ സ്വീറ്റ്സിനും ചേർക്കുന്നത് പോലെ ഉണ്ടോ, ഒരു നുള്ളു ഉപ്പ് കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഒറ്റ നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെള്ളച്ചോവ പോലത്തെ ആ ഒരു മധുരമായിരിക്കും. അപ്പോൾ 1 നുള്ളു ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ആ പഞ്ചസാര എല്ലാം ഒന്ന് മുറുകി വരുന്നവരെ കേട്ടോ ഒന്ന് ഇത് ചെയ്തെടുക്കാം. അപ്പം ആ വെർമിസിലി സേമിയയിലൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടോ, നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു എന്താ പറയുക 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. നമ്മൾ എടുത്ത അളവിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ സേമിയൊക്കെ എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി ലൂസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ പഞ്ചസാരയല്ലേ പെട്ടെന്ന് എന്താ പറയുക തിക്കാവും. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നേരത്തെ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും നല്ലോണം ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും എന്താ പറയുക സേമിയ കേസരി റെഡിയാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ വീട്ടിൽ ഇരിക്കുകയല്ലേ, അപ്പം വേനൽക്കാലം ആയതുകൊണ്ടല്ല വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒന്നാണ്. വേണമെങ്കിൽ ഈ പഞ്ചസാരയുടെ സ്ഥാനത്ത് നമുക്ക് ശർക്കര ചേർക്കാം, പക്ഷെ ഇപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ വരും എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്